Good morning, all. Good morning, teacher. Good morning, teacher. Good morning. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? How are you all? സുഖം. സുഖം. സുഖമാണ് മിസ്സേ. മിസ് എവിടെയായിരുന്നു? ഞാൻ വീട്ടായിരുന്നല്ലോ. ഓക്കെ, ഇനി മുതല് ടീച്ചർ ഞാനാണ്. ഓക്കെ, ഇഷ്ടമില്ല ഇത് ഏത് ടീച്ചറാന്ന് ഓർമ്മ നോക്കിയത്? ഓർമ്മയില്ലോ. മറന്നോ എന്നെ? അശ്വതി മിസ് അല്ലേ? അല്ലേ? അശ്വതി മിസ് അല്ലേ? ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് മിസ്സേ. എന്തോ എനിക്ക് ഓർമ്മയുണ്ട് മിസ്സേ. After a long time. Yeah, after a long time. Okay, hi. Okay, അപ്പോ നിങ്ങളുടെ നവ്യ മിസ് കുറച്ച് ദിവസത്തേക്ക് ലീവാണ്. ഓക്കെ മുതൽ ഞാനായിരിക്കും. ഓക്കെ, എന്താണ് ഓക്കെ ആണോ? ഓക്കെ മിസ്. ഇതാരട്ടോ ഓക്കെ ആണോ? എന്തോ ഒരു രസം പോലെ. ഓക്കെയാണ്, ഓക്കെയാണ്. സ്റ്റുഡൻസ് ഒക്കെ ആണല്ലോ. എന്തോ ഇത്രയും സ്റ്റുഡൻസ് ഉണ്ടാവാനുള്ളോ? സ്റ്റുഡൻസ് ഇംഗ്ലീഷിന് തീരെ കുറവാണ്. വെരി ഗുഡ്. ആർക്കും ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമില്ല ആണോ? ആണ് തോന്നുന്നു മിസ്സേ. ആണ് തോന്നണല്ലേ. ഇംഗ്ലീഷൊക്കെ അറിയണ്ടേ? അല്ലേ? ഇംഗ്ലീഷ് പഠിക്കണ്ടേ? ഇംഗ്ലീഷ് പഠിക്കാണ്ട് നമ്മ എവിടെ ജോലിക്ക് പോയില്ലേ? ലാംഗ്വേജ് സ്കിൽ വേണ്ടേ? ഇല്ലേ? യെസ് മിസ്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് നിങ്ങളുടെ പഠിത്തം എവിടെ വരെ എത്തി? പഠിച്ചെല്ലാവരും? നമ്മള് പ്രസന്റ് ടെൻസിന്ന് പാസ്റ്റ് ടെൻസിലോട്ട് പൊക്കോണ്ടിരിക്കുക. പാസ്റ്റിലേക്ക് പോവാണ്. ഓക്കെ, എങ്ങനെയാണ്? എല്ലാം മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ? ഏറെക്കുറെ. ഞാനിപ്പോ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പറ. ആരെങ്കിലും തുടക്കട്ടെ. നിങ്ങൾക്ക് ഏത് പോർഷനാണ് മനസ്സിലാവാതെ? ഞാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണോ? ഫസ്റ്റ് മുതൽ പറയണോ? എന്താണ് നിങ്ങൾ പറയൂ. എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം നമ്മള്? റിപ്ലൈ കൊടുക്കുന്നില്ലേ? ഇത് ഇംഗ്ലീഷ് ക്ലാസ്സില് കറക്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ക്ലാസ്സില് റെഗുലർലി ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ടീച്ചർ റിപ്പോർട്ടഡ് സ്പീച്ച് ഒന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. എനിക്ക് എന്റെ കാര്യം ഞാൻ പറയാം. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറഞ്ഞത്. ബാക്കി ആരെങ്കിലും പറയാമോ? എവിടെ വരെയാണ് എടുത്തത്? അതൊക്കെ എന്താണ് ഡൗട്ട്? ഏതാണ് ഏതെങ്കിലും പോർഷൻ എടുക്കാണോ? അല്ലെങ്കിൽ അറിയാത്തുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ എടുക്കാൻ പറയാം. ഓക്കെ, സോ ഒന്ന് പറയൂ, റെസ്പോണ്ട് ചെയ്യും എല്ലാവരും. ചേച്ചിമാരൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യ. ചേച്ചിമാർക്ക് റെസ്പോണ്ട് ചെയ്യൂ. സത്യം പറഞ്ഞ ഇംഗ്ലീഷ് ക്ലാസ്സിനെ കേറിയിട്ടില്ല, അതുകൊണ്ടാണ് വെരി ഗുഡ്. അശ്വതി മിസ്, ഗുഡ് മോർണിംഗ്. ടീച്ചറിനെ കണ്ടിട്ട് ഒത്തിരി. നിങ്ങൾ ചോദിച്ചില്ലല്ലോ, ഞാൻ പോയപ്പോ നിങ്ങൾ ചോദിച്ചോ? എന്ത് പിന്നെ എത്ര വെച്ചാണെന്ന് അറിയാമോ? ഇപ്പം ടീച്ചറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാര് ചിലപ്പം കൂടിയേക്കാം. ഞങ്ങള് മെസ്സേജ് ഇട്ടേക്കാൻ ടീച്ചറെ. എന്തോ ഞങ്ങള് മെസ്സേജ് ഇടാന്ന് ടീച്ചറിന്റെ ക്ലാസ് ആയിരുന്നു. ബുദ്ധിമുട്ടാവില്ലേക്ക് പ്രിസൈസ് ആയിട്ടൊന്ന് ആദ്യം തൊട്ടൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ടീച്ചർ ഇവിടെ തൊട്ടൊന്ന് പറഞ്ഞു തരുമോ? ഞങ്ങക്ക് തുടക്കം. എനിക്ക് മൊത്തം സംശയം ഇല്ലയോ?
ടീച്ചർ വേറെ ബാച്ചിൽ എടുക്കാൻ പോയതാണ്. എന്താണ്? വേറെ ബാച്ചിലുണ്ട്. പുതിയ മിസ് വന്നപ്പോ നവീൻ മിസ് വന്നപ്പോ ഈ ബാച്ച് മിസ്സിന് കൊടുത്തു. ആണോ? ഇനി ആ ബാച്ച് ടീച്ചറിന് കൊടുത്തിട്ട് ടീച്ചർ ഞങ്ങളുടെ ബാച്ച് വരാൻ പറ്റുമോ? ഇതിനിപ്പോ ഞാൻ തന്നെയായിരിക്കും. ഇനിയും കഴിയുന്നിടം ടീച്ചർ തന്നാ മതി കേട്ടോ. ഞാനിപ്പോ ഞാൻ തന്നെയായിരിക്കും. താങ്ക് യു. താങ്ക് യു സോ മച്ച്. പിന്നെ വിഷയത്തെ പറയണോ അല്ലെങ്കിൽ ക്ലാസ് എടുക്കണോ? എന്താ ചെയ്യണ്ടേ? നമുക്ക് വിശേഷം പറഞ്ഞുകൊണ്ട് ക്ലാസ് എടുക്കാൻ ടീച്ചർ, അതാ നല്ലത്. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വേണ്ടേ? എന്നാ പറയൂ, എവിടെ മുതലാ ഞാൻ എടുക്കണ്ടേന്ന് പറയും. ഇതൊക്കെ എന്താ ടീച്ചർ മനസ്സിലാവാതെ? ടീച്ചർ ടെൻസ് തൊട്ടൊന്ന് എടുത്തു തരുമോ? അല്ല ഞാൻ പറഞ്ഞതാണ്. നിങ്ങളൊക്കെ ഒന്ന് പറ, എന്റെ കൂടെ നിക്ക്. ആദ്യം തൊട്ട് ഒന്ന് നടക്കുകയാണെങ്കിൽ നല്ലത്. അതാണ് എവിടെ മുതലാ ആദ്യം മുതൽ പറയുമ്പോ? ടീച്ചറെ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ടെൻസ് ഓക്കെ. ടെൻസ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നിങ്ങൾക്ക് ബാക്കി എല്ലാവരും മനസ്സിലായോ? ഓക്സിലറീസ് ഏതൊക്കെയാണ്, നൗൺ ഏതൊക്കെയാണ്, പ്രോനൗൺ ഇതെല്ലാം അറിയാലോ അല്ലെ? വേർഡ്സ് അറിയാം, വെർബ് അറിയാം. മിസ്റ്റർ ശരിക്കും പറഞ്ഞാൽ ഞങ്ങക്ക് ഫസ്റ്റ് തൊട്ട് എന്താ ബേസിക്സ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. മിസ് അവിടെ തൊട്ടൊന്ന് ചെയ്തു തന്നാൽ ഞങ്ങൾക്ക് ഉപകാരമായിരുന്നു. അതാണ് കറക്റ്റ് പോയിന്റ്. ഒന്നും അറിയത്തില്ല. ഞാൻ എവിടെ വെച്ച് നിർത്തിപ്പോയോ അവിടെ നിന്ന് മുതൽ ഞാൻ എടുക്കണം. അതെ. അതാണ് കറക്റ്റ് പോയിന്റ്. അല്ല, മറ്റേ ടീച്ചർ എടുത്തായിരുന്നു ടീച്ചറെ. മറ്റേ ടീച്ചറിന് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ടീച്ചർ ഫാസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ എക്സാമ്പിള് പറഞ്ഞു തരുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ഞങ്ങള് കറക്റ്റ് മിസ്സിന്റെ നോട്ട് വരെ കറക്റ്റ് ആണ് എനിക്ക്. അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊന്നും ടോം പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് നോട്ടൊന്നും കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റില്ല. ഭയങ്കര സ്പീഡാ മാം. നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോന്ന് മാം എനിക്കറിയില്ല. കറക്റ്റ് ആയിട്ട് നോക്കിയില്ല. നമുക്ക് കിട്ടിയിട്ടില്ല നോട്ട്സ് ഒന്നും. ഞാൻ അതുകൊണ്ട് ക്ലാസ്സിൽ ഇപ്പൊ കേറാറില്ല ഇംഗ്ലീഷ് ക്ലാസ്സിൽ. ഞാൻ പറഞ്ഞു, ടീച്ചറാന്ന് അറിഞ്ഞാൽ ചിലപ്പം ആൾക്കാര് ചിലപ്പം കേറിയേക്കും കേട്ടോ. സത്യം. ഒന്ന് ഫോളോ ചെയ്ത് പോവാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് റെഡിയാക്കാം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇംഗ്ലീഷിൽ എന്തൊക്കെയോ ഉണ്ടെന്നറിയാം, പക്ഷെ ഞങ്ങൾക്ക് അത് എന്തൊക്കെയാ എങ്ങനെയാ സ്റ്റെപ്പ് വൈസ് ഒന്നും കൃത്യമായിട്ട് ഒന്നും അറിയത്തില്ല. നിങ്ങൾ ചോദിച്ചിരുന്നോ മാം മിസ്സിനോട്? പറഞ്ഞു തരുന്നല്ലോ. മിസ് മാമിന്റെ കംപ്ലൈന്റ് ആയിട്ട് പറയുമല്ല, ഞങ്ങളുടെ കുഴപ്പം തന്നെയാ. ഞങ്ങൾ ചിലപ്പോൾ കയറാഞ്ഞത് കൊണ്ടായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് കയറാഞ്ഞത്. മാമിനെ ഞങ്ങൾ കുറ്റമായിട്ട് പറയത്തില്ല. ടീച്ചർ എല്ലാം പറയുന്നുണ്ട് മാഡം ടീച്ചറെ, പക്ഷെ ടീച്ചർ പറയുന്നത് ഞങ്ങൾക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അതായത് അശ്വതി ടീച്ചർ പറയുന്നതിന്റെ കൂട്ട് മറ്റേ ടീച്ചർ നല്ലതുപോലെ പറഞ്ഞു തരുന്നുണ്ട്, പക്ഷെ അത് എന്തുവാ പറയുന്നേ, എടുക്കാൻ പറ്റുന്നില്ല. പറയിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നവ്യ മാം നമ്മളെ കൊണ്ടും പറയിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊന്ന് ടീച്ചറുമായിട്ട് ഫോളോ ചെയ്ത് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇനിയിപ്പോ ഞാൻ നവ്യ മിസ് വരുന്നത് മാറ്റി പറയൂ. ഒരിക്കലും ഇല്ല. അത് പേടിക്കണ്ട കേട്ടോ. ഞങ്ങള് മിസ്സിന്റെ കംപ്ലൈന്റ് അല്ല മിസ് പറഞ്ഞത്, ഞങ്ങള് ഞങ്ങളുടേതായിട്ടുള്ള ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ ചുമ്മാ പറഞ്ഞു. ഓക്കെ മിസ്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ടീച്ചറുടെ സുഖമാണോ? സുഖം തന്നെ. ഇനി റൈറ്റിംഗ് ഇപ്പൊ ഞാനാണ്. കുറച്ച് ദിവസം ലീവാണ്, ഒരു മാസത്തോളം ലീവാണ്. അപ്പൊ ഞങ്ങളോട് ഞാൻ തന്നെ. ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി എന്താണ് സംശയം? ഫസ്റ്റ് തുടങ്ങി എന്ന് പറയുമ്പോ നൗൺ തുടങ്ങിയെടുക്കണം. അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? അത് നല്ലതായിരിക്കും ടീച്ചർ. അപ്പൊ ഏറ്റവും സെറ്റ് തുടങ്ങി അല്ലെ? തുടങ്ങി സെറ്റ് വരെ ഞാൻ പറയാം. ഇനിയിപ്പോ നൗണിനെ ജസ്റ്റ് എന്താണ് നൗൺ എന്ന് മനസ്സിലാക്കാം. ഓക്കെ,
എന്താണ് ടോം എക്സ്പ്രഷൻ ഇങ്ങനെ? അല്ല, ഒരു ചെറിയൊരു ഭയങ്കരമായിട്ട് സൗണ്ട് കേട്ട്. ടീച്ചർ ഡോറ് ക്ലോസ് ചെയ്തിട്ടില്ലേ? ഭയങ്കരമായിട്ട് സൗണ്ട്. ഇല്ല, അവിടെ ക്ലോസ് ആണല്ലോ, ക്ലോസ് ആണ്. ചിലപ്പോ ഇവിടുത്തെ പ്രോബ്ലം ആയിരിക്കാം. അത് കുഴപ്പമില്ല, അത് വിട്ടേക്ക് പോട്ടെ. ഓക്കെ. പിന്നെ ഒരു കാര്യമുണ്ട് ടോമിനോട് എനിക്ക് പറയാനുള്ളത്, ക്ലാസ് ആ. എടുക്കുമ്പോ ശ്രദ്ധിച്ചിരുന്നു. ആ. ഓക്കെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ചോദിക്കാം, അതിനിടയിൽ ചോദിക്കരുത്. ആ, ഓക്കെ 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 അല്ലേ? ഓക്കെ. അപ്പോ സൗണ്ട് മ്യൂട്ട് ചെയ്യാം, ക്ലാസ് കേൾക്കാം. ഞാൻ ചോദിക്കുമ്പോ റിപ്ലൈ തന്നെ റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് നൗൺ ആണ്. ഓക്കെ, നൗൺ എന്താണ്? നൗൺ എന്ന് പറയുന്നത് ഒരു പേരാണ്. ഓക്കെ, നമ്മള് കറക്റ്റ് മലയാളത്തില് നാമം എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? മലയാളം നാമം, നാമം എന്ന് പറഞ്ഞ പേരാണ്. അപ്പൊ നൗൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കാം ഒരു പേരാണ്. മനസ്സിലായോ? എന്തൊരു വസ്തുവിനാണെങ്കിലും എന്ത് 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 സാധനങ്ങൾക്കാണെങ്കിലും ഒരു പേരുണ്ട്. ആണോ? ടോമിന് കയ്യിരിക്കണം എന്തോ? പെണ്ണല്ലേ? പെണ്ണെന്ന് പറഞ്ഞ പേരല്ലേ? അതുപോലെ എന്തിനു പേരില്ലേ? ബുക്ക്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഡിവൈസ് ഏതാണ്? മൊബൈൽ ഫോൺ എന്ന് പറയും, അല്ലെങ്കിൽ ഫോൺ പറയും, അല്ലെ? അപ്പൊ ഇതെല്ലാം പേരാണ്. നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ ഫ്രണ്ടിലും എല്ലാം നമ്മൾ പറയുന്നത് എന്ത് വസ്തു ആണെങ്കിലും എനിക്ക് ഒരു പേര് നമുക്ക് പറഞ്ഞിട്ടാണ് പറയുന്നത്. അല്ലാതെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റോ? ഇല്ല. എന്തൊരു കാര്യമാണെങ്കിലും ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഡ്രസ് എന്ന് പേരുണ്ട്. അതിന് പെർട്ടിക്കുലർ നമ്മൾ എന്ത് പറയും? ഷർട്ട് എന്ന് പറയും, അല്ലെ? അപ്പൊ എല്ലാത്തിനും ഒരു പേരുണ്ട്. മനസ്സിലായോ? അപ്പൊ അതിനെ പറയുന്നതാണ് ഇംഗ്ലീഷിൽ പറയുന്നത് നൗൺ എന്നാണ്. മനസ്സിലായോ? അപ്പൊ നൗൺ എന്താണെന്ന് ക്ലിയർ ആണോ? ഇങ്ങനെ ഡെഫിനിഷന് കാര്യങ്ങളൊന്നും പഠിക്കണ്ട, നൗൺ എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണോ? ക്ലിയർ മിസ്. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കാം, ഉണ്ടെങ്കിൽ പിന്നെയും പറഞ്ഞുതരാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ? ക്ലിയർ മിസ്. ക്ലിയർ. ഓക്കെ, അപ്പൊ അതാണ് നൗൺ. ടോം ക്ലിയർ ആണോ? അതെ ടീച്ചർ. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോണൗൺ ആണ്. പ്രോണൗൺ. പ്രോണൗൺ എന്താണ്? എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുമ്പോ ഇപ്പൊ ഒരു നൗണിനെ കുറിച്ച് പറയും. ഇപ്പൊ നൗൺ എന്ന് പറയുമ്പോ എന്റെ പേര് തന്നെ പറയാം. അശ്വതി എന്ന് പറഞ്ഞ എന്റെ പേരാണ്, അതൊരു നൗൺ ആണ്. ഓക്കെ, അപ്പൊ അശ്വതി ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചറാണ്. അശ്വതി ടീച്ചർ ഇത് ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറഞ്ഞു, അല്ലെ? ഇംഗ്ലീഷ് ടീച്ചർ ക്ലാസ് എടുക്കുന്നത് നല്ലതാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ വേണ്ട, അത് പോട്ടെ. അല്ലെങ്കിൽ ഒരു മീര എന്ന് പറയുന്ന ഗേൾ, മീര ഇസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. മീര ഇസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. മീര ഹാസ് എ ലോങ് ഹെയർ. പിന്നെ നമ്മളൊരു കാര്യം പറയുമ്പോ മീര മീര എന്ന് തന്നെ പറയുമോ? ഇല്ല. മീര സുന്ദരിയായ ഒരു ഗേൾ ആണ്, അവളെ കാണാൻ മീരയെ കാണാൻ നല്ല ഭംഗിയുണ്ട്, മീരയ്ക്ക് ഒരുപാട് മുടിയുണ്ട്, മീരയുടെ വീട് അടുത്താണ്. നമ്മൾ മീര 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 തന്നെ പറയുമോ? ഇല്ല. ഇല്ല. പിന്നെ നമ്മൾ എന്താ യൂസ് ചെയ്യാം? ഷീ. ഷീ. മലയാളത്തിലാണെങ്കിൽ അവൾ എന്ന് പറയും, അല്ലെ? മീര is a beautiful girl, then she has a long hair. അപ്പൊ നമ്മൾ യൂസ് ചെയ്ത മീരയ്ക്ക് പകരം നമ്മൾ യൂസ് ചെയ്ത എന്താണ്? ഷീ ആണ്. മീര എന്ന് പറയുന്നത് ലേഡി ആയതുകൊണ്ടും ഒരു ഗേൾ ആയതുകൊണ്ടും നമ്മൾ അവിടെ ഷീ യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഷീ എന്ന് പറയുന്നത് എന്താണ്? പ്രോണൗൺ. പ്രോണൗൺ ആണോ? യെസ് മിസ്. അപ്പോ മീര എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നമ്മള് മീര എന്ന് പറയുന്ന പേരിന് പകരം ആ നൗണിന് പകരം നമ്മൾ യൂസ് ചെയ്തൊരു വേർഡാണ് എന്ത്? ഷീ എന്ന് പറയുന്ന പ്രോണൗൺ. ഓക്കെ, ഇനിയിപ്പോ അവിടെ ഒരു മീര പോയിട്ട് ഒരു സാം ആണെങ്കിലോ നമ്മൾ ഏത് പ്രോണൗൺ യൂസ് ചെയ്യും? ഹി. ഹി യൂസ് ചെയ്യും. ഇനിയിപ്പോ ഒരു ക്യാറ്റ് ആണെങ്കിലോ? ക്യാറ്റ് ഇസ് എ അനിമൽ ആണ്. ക്യാറ്റ് ആണെങ്കിലോ? ഇറ്റ്. ഇറ്റ് യൂസ് ചെയ്യും, അല്ലെ? ഇറ്റ് യൂസ് ചെയ്യും. അപ്പോ ഇതൊക്കെയാണ് പ്രോണൗൺ എന്ന് പറയുന്നത്. ചെയ്യാമോ? ആരാണ്? പി മാത്രമേ ഉള്ളൂ പ്രൊഫൈലിലേക്ക്. റബിത മിസ്.
പ്രതിക ആണോ? യെസ്. പ്രതിക ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? അപ്പോ നൗണും പ്രോനൗണും ക്ലിയർ ആണ്. യെസ് മിസ്. മനസ്സിലായി? ഒരു കാര്യം നിങ്ങളോട് ആദ്യം പറയട്ടെ. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യരുത്. ഒരു കാര്യം ബൈഹാർട്ട് ചെയ്യരുത്. അതായത് മനഃപ്പാഠം പഠിക്കരുത്. മനസ്സിലാക്കി പഠിക്കാം. നമ്മുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കില്ല. മനസ്സിലായോ? അല്ലാതെ നമ്മള് എന്നൊക്കെ ബൈഹാർട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറന്നു പോയല്ല, നിങ്ങൾക്ക് അതിനെ കുറിച്ചൊന്നും അറിയാൻ പറ്റില്ല. വീണ്ടും വീണ്ടും ഡൗട്ട് വരും. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാല് ഒരിക്കലും ഡൗട്ട് വരും. ഓക്കെ, അപ്പൊ നൗൺ ക്ലിയർ ആണ്, പ്രോനൗൺ ക്ലിയർ ആണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല മിസ്. ഇല്ല. അപ്പൊ നൗൺ പ്രോനൗൺ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഏത് പോർഷൻ ആണ് ഡൗട്ട് എന്ന് പറഞ്ഞേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ നിങ്ങൾക്ക് എവിടെ വരെ എടുത്തു എന്ന് പറയോ? അറിയോ നിങ്ങൾക്ക്? എന്റെ നോട്ട് കുറെ കയ്യിലെടുത്തോ? ഉണ്ട് മിസ്. എത്ര വരെ എടുത്തു? ടെൻസ് വരെ എടുത്തു. ടെൻസ് എടുത്തല്ലേ? ആ ഓക്കെ, അപ്പോ നൗണും പ്രോനൗണും ക്ലിയർ ആണ്. ഇനി അറിയേണ്ടത് ഓക്സിലറീസ് ആണ്. ഓക്സിലറീസ് ടെൻസ് പഠിക്കുമ്പോഴാണ് പഠിക്കുന്നത് കുറച്ചൊക്കെ സിമ്പിൾ. ഓക്കെ, വേറെ എന്താണ്? നൗൺ പ്രോനൗൺ പ്രിപ്പോസിഷൻ ഒക്കെ അറിയാലോ. പ്രിപ്പോസിഷനെ കുറിച്ചൊന്നും പറയണോ ഞാൻ? അത് വലിയ കുഴപ്പമില്ലാതെ അറിയാം മിസ്. കുഴപ്പമില്ല. അപ്പൊ പ്രപ്പോസിഷൻ ഓക്കെ ആണ്. അപ്പൊ നൗണും പ്രോനൗൺ ഓക്കെ ആണ്. ഇനി നിങ്ങൾക്ക് സംശയം ടെൻസ് ആണോ? ടെൻസ് ഡൗട്ട് ഉണ്ട്. ടെൻസ് ഡൗട്ട് ഉണ്ട് വേണം. ടെൻസ് ഡൗട്ട് അല്ല. ഓക്കെ, ടെൻസിന്റെ നോട്ട് ഞാൻ തന്നിട്ടുണ്ടോ? ഇല്ല, ടീച്ചർ തുടങ്ങിയില്ലായിരുന്നു തോന്നുന്നു. തന്നിട്ടുണ്ട്. ഉണ്ടോ? ഏത് ടെൻസ് ആയിരുന്നു? സിമ്പിൾ പ്രസന്റ് അത് തന്നിട്ടുണ്ട്, ടീച്ചർ തന്നിട്ടുണ്ട്. പ്രസന്റ് ടെൻസ് തന്നിരുന്നോ ഫുള്ള്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്നാ ഫുള്ളിന്റെ ഞാൻ പറയാം. പ്രസന്റ് ടെൻസ് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, പക്ഷെ പഠിച്ചാൽ വളരെയധികം സിമ്പിൾ ആണ്. ഫസ്റ്റ് മനസ്സിലാക്കാം. നമുക്ക് പ്രസന്റ് ടെൻസ് നോട്ട് എഴുതാൻ പറയുമ്പോൾ നോട്ട് എഴുതിരുന്നു കേട്ടോ. അപ്പൊ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോ പറയുന്ന കാര്യമാണ്. മനസ്സിലായോ? ഇപ്പോ നടക്കുന്ന കാര്യം, പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് പ്രസന്റ് ടെൻസ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ 4 ആക്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിന് 4 ആക്ഷൻസ് ഉണ്ട്. ഈ 4 ആക്ഷൻസിൽ അതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അത് സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാല് സിമ്പിൾ ആണ്. ഓക്കെ, സ്ട്രക്ചർ മാക്സിമം പഠിക്കാൻ നോക്കാം. അതില് സിമ്പിൾ പ്രസന്റില് സ്ട്രക്ചർ എഴുതിയെടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എഴുതിയെടുക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ സ്ട്രക്ചർ പറയാം. അത് ഫുള്ളായിട്ട് ചില ക്ലാസ്സുകളൊന്നും ഞാൻ മിസ്സാക്കിയിട്ടുണ്ട് ടീച്ചറെ, അതാ കുഴപ്പമില്ല. ഞാൻ ടൈമിലും ചില ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, നോട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. എന്നാൽ സ്ട്രക്ചർ നിങ്ങൾ എഴുതിയെടുത്തോളൂ. എഴുതിയെടുക്കുന്നത് നല്ലതാണ്. അപ്പോ പ്രസന്റ് ടെൻസ് മെയിൻ ഹെഡിങ് കൊടുത്തിട്ട് സിമ്പിൾ പ്രസന്റ് എന്ന് സ്മോൾ ഹെഡിങ് കൊടുക്കാം. പ്രസന്റ് ടെൻസ് മെയിൻ ഹെഡിങ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് സ്മോൾ ഹെഡിങ് എഴുതാം. എഴുതിയോ?
എന്നിട്ട് സിംഗിൾ പ്രസന്റ് താഴെ എഴുതാം, സ്ട്രക്ചർ എഴുതാം. സബ്ജക്ട് പ്ലസ് V1. That's all. അത്രയേ ഉള്ളൂ. സബ്ജക്ട് പ്ലസ് V1. V1 എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞുതരാം. സബ്ജക്ട് പ്ലസ് V1. ഓക്കെ, V1 എന്ന് പറയുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. വെർബിന്റെ ഫസ്റ്റ് ഫോം, അതായത് ഒരു റൈറ്റ് എന്ന് പറയുന്ന വെർബ് എടുക്കുകയാണെങ്കിൽ റൈറ്റിന് 3 ഫോംസ് ഉണ്ട്. റൈറ്റ്, റോഡ്, റിട്ടേൺ. എഴുതി വെച്ചോളൂ. റൈറ്റ്, റോഡ്, റിട്ടേൺ. അതില് റൈറ്റ് എന്ന് പറയുന്നത് V1 ആണ്, റോഡ് എന്ന് പറയുന്നത് V2 ആണ്, റിട്ടേൺ എന്ന് പറയുന്നത് V3 ആണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ V1, V2, V3 എന്ന് പറയുന്നത്. അതിന് കറക്റ്റ് പേര് പറയുന്നത് പ്രസന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് കറക്റ്റ് ആയിട്ട് പറയാം. നമ്മൾ ഇത് ഷോർട്ട് ആക്കി V1, V2, V3 എന്ന് പറയുന്നേ ഉള്ളൂ. വേണമെങ്കിൽ അതിന്റെ ഒറിജിനൽ കൂടെ എഴുതിക്കോളൂ. പ്രസന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. V1ന്റെ അവിടെ പ്രസന്റ് എന്ന് എഴുതാം, V2ന്റെ അവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് പാസ്റ്റ് എന്ന് എഴുതാം, V3യുടെ അവിടെ ബ്രാക്കറ്റ് ഇട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് എഴുതാം. ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ PARTICIPLE. അപ്പോ പ്രസന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന ഈ 3 ഫോമിനെയാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് V1, V2, V3 എന്ന് പറയുന്നത്. അതായത് വെർബിന്റെ ഫസ്റ്റ് ഫോം V1, വെർബിന്റെ സെക്കൻഡ് ഫോം ഈസ് V2, വെർബിന്റെ തേർഡ് ഫോം ഈസ് V3. അപ്പൊ ഇനി അങ്ങോട്ട് ഞാൻ ഈ V1, V2, V3 പറയുള്ളൂ. സോ അതെപ്പോഴും മൈൻഡിൽ വേണം. ഓക്കെ ഓക്കെ മിസ്. അപ്പോ സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ എന്താ ഞാൻ പറഞ്ഞേ? സബ്ജക്ട് പ്ലസ് V1 എന്നാ പറഞ്ഞത്. നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് ഏതൊക്കെ സബ്ജക്ട് ഉണ്ട്? അപ്പൊ നിങ്ങൾ സബ്ജക്റ്റ് എഴുതിക്കോളൂ. സബ്ജക്ട് ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. ഏതൊക്കെ സബ്ജക്റ്റാ? ഹി, ഷീ, ഇറ്റ്. He, she, it, everybody. Okay, clear ആണോ? മനസ്സിലായിട്ടോ? He, she, it, everybody. Then I, you, we, they. ഇത്രയും സബ്ജക്ട് ഉണ്ട് നമുക്ക് ഇംഗ്ലീഷില്. സബ്ജക്ട് ആണ് he, she, it, everybody. I, you, we, they. ഇത്രയും സബ്ജക്ട് ഉണ്ട്. You, we, they. ഞാൻ, ഞങ്ങൾ, നിങ്ങൾ, ഞങ്ങൾ, അവര്. I, you, we, they. എന്നെ മലയാളം ഞാൻ പറഞ്ഞു. ഓക്കെ, he, she, it, everybody. I, you, we, they എന്ന് പറയുന്ന ഇത്രയും സബ്ജക്ട് ഉണ്ട്. അപ്പൊ സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി സ്ട്രക്ചറും കിട്ടി, സബ്ജക്റ്റും അറിയാം, V1, V2, V3 എന്താണെന്ന് മനസ്സിലായി. സ്ട്രക്ചർ എന്താണ്? സബ്ജക്ട് പ്ലസ് V1 ആണ് അല്ലെ? ഇതില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് എഴുതാം. നിങ്ങൾക്ക് ഫസ്റ്റ് സബ്ജക്ട് എഴുതി, ഇനി സിംഗുലർ സബ്ജക്ട് എഴുത്. സിംഗുലർ സബ്ജക്ട് ഹൈഫൻ ഇടാം. ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്ട്? he, she, it, everybody. ഈ 4 സബ്ജക്റ്റ് ആണ് സിംഗുലർ സബ്ജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സിംഗുലർ സബ്ജക്ട് ഹൈഫൻ he, she, it, everybody. സിംഗുലർ സബ്ജക്ട് ഏതൊക്കെയാണ്? he, she, it, everybody. എവരിബഡി ഉണ്ടാവോ? എല്ലാവരും നല്ലേ. അപ്പൊ അത് സിംഗിൾ ആവോ? സിംഗിൾ ആവോ? സിംഗുലർ ആണ്, everybody ഉണ്ട്. അത് എനിക്കൊരു ഡൗട്ട് വന്നായിരുന്നു, എവരിബഡി ഉണ്ടോ? ഡൗട്ട് ഒന്നും വേണ്ട. എവരിബഡി എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്ട് ആണ്. എവരിവൺ ആണ് പ്ലൂറൽ. വേണ്ട, എവരിബഡി സിംഗുലർ സബ്ജക്ട് ആണെന്ന് പഠിക്കാം. ഓക്കെ, ഈ സബ്ജക്ട് ഏതൊക്കെയാണെന്നോ ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്ട് എന്നും പഠിക്കണം, മസ്റ്റ് ആണ്. ഇനി അടുത്തത് പ്ലൂറൽ സബ്ജക്ട് എഴുതാം. പ്ലൂറൽ സബ്ജക്ട് ഹൈഫോൺ, ബാക്കിയുള്ള സബ്ജക്ട് എല്ലാം പ്ലൂറൽ ആണ്. I, you, we, they.
ഐ യു വി ദേ എന്ന് പറയുന്നതല്ലാണ്ട് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഓക്കെ, പ്ലൂറൽ സബ്ജക്റ്റ് ആണ് ഐ യു വി ദേ. ക്ലിയർ ആണോ? ഇനി എന്താണ് പ്ലൂറൽ, എന്താണ് സിംഗുലർ എന്ന് അറിയാലോ? അറിയാം. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആണ്, അത് ക്ലിയർ ആണ്. ഇനി സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു സെന്റൻസ് ഉണ്ടാക്കണം. ഇനിയിപ്പോ സബ്ജക്ട് എന്താണെന്നും ഏതൊക്കെയാണ് സിംഗുലർ ഏതൊക്കെയാണ് പ്ലൂറൽ എന്നെല്ലാം നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ V1 എന്താണെന്നും അറിയാം. അപ്പൊ സ്ട്രക്ചറിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പൊ അറിയാം അല്ലെ? ഇനി അടുത്തത് ഏതാ? സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് സിംഗുലർ ആയിരിക്കണം. അപ്പൊ സിംഗുലർ സബ്ജക്ട് ഹൈഫൺ സിംഗുലർ വെർബ് എന്ന് എഴുതാം. സിംഗുലർ സബ്ജക്റ്റിന് കൂടെ സിംഗുലർ വെർബാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് പ്ലൂറൽ സബ്ജക്റ്റിന് കൂടെ നമ്മൾ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സിംഗുലർ സബ്ജക്ട് ഹൈഫൺ സിംഗുലർ വെർബ്, പ്ലൂറൽ സബ്ജക്ട് ഹൈഫൺ പ്ലൂറൽ വെർബ്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ സബ്ജക്റ്റും സിംഗുലർ വെർബും, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. ഇതുവരെ മനസ്സിലായോ? ക്ലിയർ ആണോ? യെസ് മിസ്. നോട്ട് എഴുതിയല്ലോ. ഈ നോട്ട് ഒരിക്കലും മിസ് ചെയ്തിട്ടോ. ടീച്ചറെ രണ്ടാമത് പറഞ്ഞു വന്നത് പറയൂ. പ്ലൂറൽ സബ്ജക്റ്റിനൂടെ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത് ഇല്ലയോ? ഓക്കെ ഓക്കെ ടീച്ചർ. അപ്പൊ അത്രയും ക്ലിയർ ആയി. ഇനി സ്ട്രക്ചറിലേക്ക് വരാം. നിങ്ങള് ഏതെങ്കിലും ഒരു സബ്ജക്ട് എഴുതും, പ്ലൂറൽ ആയിക്കോട്ടെ സിംഗുലർ ആയിക്കോട്ടെ, വേണ്ട ഞാൻ പറയാം. നിങ്ങൾ എഴുതുന്നതൊക്കെ പലതായിരിക്കും. ഒരു സിംഗുലർ സബ്ജക്ട് ചെയ്യുന്ന വേണ്ട, പ്ലൂറൽ സബ്ജക്ട് ചെയ്യുന്ന ഒരു സബ്ജക്ട് എഴുതിയേ. ഏതെങ്കിലും സബ്ജക്ട് പ്ലൂറൽ സബ്ജക്ട് ചെയ്ത് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പ്ലൂറൽ സബ്ജക്ട് എഴുതും. എഴുതിയോ? യെസ് മിസ്. ഇനി ഒരു വെർബ് പറഞ്ഞു. ഏതെങ്കിലും ഒരു വെർബ്, ഒരു പ്രവൃത്തി, എന്തെങ്കിലും ആവട്ടെ, പ്രവൃത്തി പറയും. ആയിരിക്കും. അപ്പോ നിങ്ങൾ ഏത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ റൈറ്റ് എന്ന് എഴുതാം. യു ആണെങ്കിൽ യു റൈറ്റ്, വി റൈറ്റ്, ദേ റൈറ്റ്, ഐ റൈറ്റ്, ഏത് വേണമെങ്കിലും എഴുതാം. നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണ് എഴുതിയത് അതിന്റെ കൂടെ ഈ റൈറ്റ് എഴുതാം. എഴുതിയോ? ഓക്കെ, എഴുതി? യെസ് മിസ്. യു റൈറ്റ്. ടീച്ചർ ഇപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ കേട്ടില്ല. പ്ലൂറൽ സബ്ജക്ട് ഏതെങ്കിലും ഒരു പ്ലൂറൽ സബ്ജക്ട് എഴുതാം. എഴുതിയോ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്? അതെഴുതി. ഏതാണ് എഴുതിയത്? ഞാൻ എഴുതിയത് ഷീ. പ്ലൂറൽ അല്ലയോ? ആ അത് വി. ഞാൻ വി എഴുതി. വി എഴുതി. വിയുടെ പോലെ ഒരു വെർബ് വേണം. V1 ആണ് വേണ്ടത് അല്ലേ? വി റൈറ്റ്. ആ, വി റൈറ്റ് എന്ന് എഴുതാം. അതായത് നമ്മുടെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് സെന്റൻസ് മേക്ക് ചെയ്യുന്നത്. നമ്മുടെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്ട് പ്ലസ് V1. അപ്പൊ നിങ്ങൾ എഴുതിയ സബ്ജക്ട് വി ആണെന്ന് വിചാരിക്കാം. അത് പ്ലൂറൽ ആണ്, പ്ലൂറൽ സബ്ജക്ട്. സോ കൂടെ വരേണ്ട വെർബാണ് പ്ലൂറൽ വെർബ് ആയിരിക്കണം അല്ലേ? അപ്പം വി റോട്ട് ആയിരുന്നു. ആ, റോട്ട് ഒന്നും വരില്ലല്ലോ. റോട്ട് വേണ്ടേ? റൈറ്റ് സർ. റൈറ്റ് ആണല്ലേ? കുറച്ച് മിണ്ടാണ്ടിരിക്കോ? അതായത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചോ? നോട്ട്ബുക്കിൽ നോക്കിയേ എന്തെല്ലാം നിങ്ങൾ എഴുതി വെച്ചു? സിംഗുലർ സബ്ജക്ട് ഏതൊക്കെയാണ്, പ്ലൂറൽ സബ്ജക്ട് ഏതൊക്കെയാണെന്ന് എഴുതി. അതിനുശേഷം നിങ്ങൾ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബ് വേണം, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വേർബ് വേണമെന്ന് എഴുതി. ഇത്രയും എഴുതിയില്ലേ? ഈ സ്ട്രക്ചർ വരുമോ? സിമ്പിൾ പ്രസന്റില് നമ്മൾ ഏത് സ്ട്രക്ചർ ആണ്? സ്ട്രക്ചർ ഏതാണ് നമ്മുടെ? സബ്ജക്ട് പ്ലസ് V1. സബ്ജക്ട് പ്ലസ് V1 ആണ്. ഇപ്പൊ കത്തിക്കോമ്പില്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു പ്ലൂറൽ സബ്ജക്ട് എഴുതാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എഴുതുന്നത് യു ആയിരിക്കാം, വി ആയിരിക്കാം, ദേ ആയിരിക്കും, എന്തെങ്കിലും ആവട്ടെ. അതിന് കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ് ഏതായിരിക്കണം? പ്ലൂറൽ വെർബ് ആണ്. അപ്പൊ പ്ലൂറൽ വെർബ് എന്ന് പറയുന്നത് റൈറ്റ് ആണ്.
കറക്റ്റ് ആണ്. അപ്പൊ യു റൈറ്റ്. ഓക്കെ, അപ്പൊ ഒരു സെന്റൻസ് മേക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വെർബ് മാത്രം പോരാ അല്ലെ? സ്ട്രക്ചർ ബേസ് ചെയ്ത് നിങ്ങൾ കറക്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? യു റൈറ്റ് എന്തെങ്കിലും പറഞ്ഞേ, അതിന് ബാലൻസ് കൂടെ പറഞ്ഞേ. യു റൈറ്റ് നോവൽ. എ ലെറ്റർ. യു റൈറ്റ് എ ലെറ്റർ അല്ലെങ്കിൽ യു റൈറ്റ് എ നോവൽ. എന്ത് ഒരു സെന്റൻസ് ആയോ? സെന്റൻസ് ആയി. ഓക്കെ, ഇനി അടുത്തത് ഒരു സിംഗുലർ സബ്ജക്ട് കൂടെ വേണ്ടേ? ഒരു സബ്ജക്ട് എഴുതി സെന്റൻസ് നമ്മൾ മേക്ക് ചെയ്തു. ഇനി അടുത്തത് ഒരു സിംഗുലർ സബ്ജക്ട് എഴുതി ഹി എഴുതും. അതൊരു സിംഗുലർ സബ്ജക്ട് ആണ് ഹി. അതിന് കൂടെ വരേണ്ടത് സിംഗുലർ വെർബ് ആയിരിക്കണോ അല്ലേ? അപ്പോ സിംഗുലർ വെർബ് ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ വെർബ് സിംഗുലർ ആകുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ റൈറ്റ് എന്ന് പറയുന്ന വെർബ് പ്ലൂറൽ ആണ്. അതിന് നമ്മൾ സിംഗുലർ ആക്കണമെങ്കിൽ റൈറ്റിന് കൂടെ എസ് ആഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും? റൈറ്റ്. അപ്പൊ സെന്റൻസ് എന്താ വരാ? He writes a poem. He writes a poem. He writes a poem അല്ലെങ്കിൽ he writes a novel. anything. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സിംഗുലർ സബ്ജക്റ്റിലൂടെ നമ്മൾ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. സിംഗുലർ വെർബ് ആകണമെങ്കിൽ ആ വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാവരും ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ കേട്ടോ? മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി. അപ്പൊ ഇതുവരെ ക്ലിയർ ആണ്. അപ്പൊ ഇത്രയുള്ളൂ സിംപിൾ പ്രസന്റ് ടെൻസ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതുവരെ ക്ലിയർ ആയ കാര്യം ഒന്ന് ടോം പറഞ്ഞേ, എല്ലാവർക്കും കേൾക്കട്ടെ. ഒരു ഡൗട്ട്, ഒറ്റ ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മൾ റൈറ്റ് അല്ലേ എഴുതിയത്? അതെ. അപ്പം ഗോ വരുമ്പോഴേ ഗോ, ഗോൺ, ഗോയിങ് അങ്ങനെയാണോ? അതെങ്ങനെ? He goes. കോസ്. ഗോസ് ആണ്. ഗോ, ഗോൺ, അത് ഗോസ്. past എന്നൊക്കെയല്ലേ വരുന്നത്. ടോമിന്റെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തത്. മനസ്സിലായില്ലേ? അതായത് ഗോ വരെ ക്ലിയർ ആണ്. പിന്നെ എങ്ങനെ സിംഗുലർ വെർബ് എങ്ങനെ ഉണ്ടാക്കുമെന്നാണ് ഡൗട്ട്. അതായത് ഇപ്പൊ നമ്മള് റൈറ്റ് എഴുതിയില്ലയോ, അതുപോലെ വേറൊരു കാര്യം എഴുതുന്നില്ലയോ? വേറെ വെർബ് പറ. വേറൊരു വെർബ് പറയണല്ലേ? വേറൊരു വെർബ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം പറഞ്ഞില്ലേ ഗോ. ഓക്കെ, ഗോ എന്ന് പറഞ്ഞത് ആ വെർബ് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ? അത് എന്താ പ്ലൂറൽ അല്ലല്ലോ, സിംഗുലർ അല്ലേ? പ്ലൂറൽ ആണ്. ആണോ? മിസ് ടോം പറയുന്നത് V1 V2 V3 വെച്ചായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. V1 V2 V3 അതാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇപ്പൊ അത് വേണ്ട. ഓ, ഞാനാണ് ഇപ്പൊ ഏകദേശം കുഴപ്പമാക്കുന്നില്ലയോ നിങ്ങളെ? അതായത് ടോമിന് സംശയം സ്ട്രക്ചറിൽ സബ്ജക്ട് പ്ലസ് V1 ആണ് കിടക്കുന്നത്. V1 മാറ്റുന്നത് അതാണ്. ഇതാണ് ഞാൻ പറഞ്ഞുതരാം. സ്ട്രക്ചറിൽ സബ്ജക്ട് പ്ലസ് V1 ആണ്. അപ്പോ ഈ V1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോം ആണ്. അപ്പൊ ഏത് വെർബിന്റെയും ഫസ്റ്റ് ഫോം ഏതൊക്കെയാണ്? ഇപ്പൊ റൈറ്റ് എടുക്കുകയാണെങ്കിൽ റൈറ്റ് ആണ് ഫസ്റ്റ് ഫോം. ഇപ്പൊ ഗോ ആണെങ്കിൽ ഗോ, വെന്റ്, ഗോ. അതിൽ ഗോ ആണ് ഫസ്റ്റ് ഫോം V1 അല്ലെ? V1 അല്ലേ നമ്മൾ പറഞ്ഞത്? നമ്മളിപ്പോ V2 എത്തിയിട്ടില്ല. എത്തിയിട്ടില്ല. ഓക്കെ. ഇപ്പൊ ശരിയായി ടീച്ചറെ. ഓക്കെ. ഞാനത് പെട്ടെന്ന് നമ്മൾ V2 ഞാൻ പെട്ടെന്ന് പോയി, അതുകൊണ്ടാ കൺഫ്യൂസ്ഡ് ആയി. V2 ഇപ്പൊ സ്ട്രക്ചറിൽ നോക്കാം. സ്ട്രക്ചറിൽ V1 ആണ് കിടക്കുന്നത്. ആ ടെൻസ് നമ്മൾ V1 വെച്ചാണ് പറയുന്നത്. ഓക്കെ. ഇപ്പൊ മനസ്സിലായി. പ്ലൂറൽ വെർബും സിംഗുലർ വെർബും ക്ലിയർ ആണ്. മനസ്സിലായോ? ഇപ്പം കറക്റ്റായി. ഇവിടെ വരെ കറക്റ്റായി. ഞാൻ പെട്ടെന്ന് V2 പോയോണ്ടാ മാറിപ്പോയി. അപ്പോ ഇതുവരെ എന്തൊക്കെയാണ് മനസ്സിലായെന്ന് പറഞ്ഞേ? ഇപ്പം പറഞ്ഞേ. ഇപ്പൊ നമ്മള് ആദ്യമേ സിമ്പിൾ പ്രസന്റ് വെച്ചിട്ട് നമ്മള് സബ്ജക്റ്റിന്റെ കാര്യം പറഞ്ഞു. സബ്ജക്റ്റിനകത്ത് ഷീ വരും, ഹി വരും, ഇറ്റ് വരും. പിന്നെ ഐ, യു, വി, ദേ വരും. അത് വരും. പിന്നെ V1 V
എന്തോ Everybody. എവരിബഡിയോ? ആ, everybody ഇട്ട്. അത് ഞാൻ പറയാൻ വരുന്നതേ ഉള്ളൂ. Okay. അത് സിമ്പിൾ സബ്ജക്റ്റിനെ പറ്റി ഞാൻ പറയാൻ പോവായിരുന്നു ടീച്ചറെ. അപ്പൊ സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹി, ഷീ, ഇറ്റ്, ഇത് എവരിബഡി. പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ, യു, വി, ദേയ അല്ലയോ? V1 എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് വെച്ചാകുമ്പോ റൈറ്റ്, V2 ആകുമ്പം റോട്ട്, V3 ആകുമ്പം റിട്ടേൺ. ഇപ്പം കറക്റ്റ് ആയില്ല എല്ലാം? ഇത്രയല്ലേ നമ്മൾ പറഞ്ഞോളൂ? ഇനി സിംഗുലർ വെർബ്, പ്ലൂറൽ വെർബ്. അതിപ്പം പറഞ്ഞു. സിമ്പിൾ പ്ലൂറൽ ആകുമ്പോൾ ഐ, യു, വി, ദേ. സിംഗിൾ ആകുമ്പോൾ ഹി, ഷീ, ഇറ്റ്, എവരിബഡി. സബ്ജക്റ്റ്. ഇനി വെർബ് വെർബ് പറയുമ്പോ റൈറ്റ്, റോട്ട്, റിട്ടേൺ. അതല്ല, സിംഗുലർ സബ്ജക്ട്, സിംഗുലർ വെർബ്, പ്ലൂറൽ സബ്ജക്ട് പറഞ്ഞു. ഇനി സിംഗുലർ വെർബും പ്ലൂറൽ വെർബും കൂടെ പറയാം. അത് ഐ, റോട്ട് അങ്ങനെയാണോ ടീച്ചർ ഉദ്ദേശിച്ചത്? റോട്ടോ? അല്ല, അയ്യോ സോറി, ഐ റൈറ്റ്. 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 ഇതില് പ്ലൂറൽ വെർബ് എന്ന് പറയുന്നത് പ്ലൂറൽ ആകുമ്പോഴേ ഷീ റൈറ്റ് എന്ന് വരും. അത് സിംഗുലർ. ഷീ റൈറ്റ്സ്. ഷീ റൈറ്റ്. പ്ലൂറൽ എന്ന് പറയുന്ന ബഹുവചനമാണ്. നമ്മള് ഇപ്പം പന്തുകൾ, പൂച്ചകൾ എന്ന് പറയുമ്പോ എസ് കൂട്ടിച്ചേർക്കണ്ടേ? അതാണ്. അങ്ങനെ ചെയ്യുമ്പോ റൈറ്റ്സ് ആകുമ്പോ ഇല്ലേ ഷീ റൈറ്റ്സ്. ഹി പ്ലേസ് ക്രിക്കറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അതൊക്കെ പോയി. ടീച്ചർ പഠിപ്പിച്ചായിരുന്നപ്പോ കറക്റ്റ് ആയിട്ട് വന്നു. പണിയാണേ. അതാ ഇനിയിപ്പം പണിയായതാ. നേരത്തെ ടീച്ചർ പറഞ്ഞു വന്നത് അതേ ഫ്ലോയിൽ ഞങ്ങൾ പഠിച്ചു വന്നോണ്ടേ ഇപ്പം പെട്ടെന്ന് കുരുക്ക് വന്നോ. അല്ല, തനിക്ക് പ്ലൂറൽ സിംഗുലർ, അത് സിംഗിൾ എന്ന് പറഞ്ഞാൽ ഏകവചനം, ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. പ്ലൂറൽ മീൻസ് ബഹുവചനം. അവിടെ എസ് ചേർത്ത് കൊടുക്കുക വെർബിന്റെ കൂടെ. ബഹുവചനം എന്ന് പറയുമ്പോ കയറ്റി അതിനകത്ത് കുഴപ്പിക്കരുത്. ടൈം നമുക്ക് വേസ്റ്റ് ചെയ്യാം, സമയമില്ല. പ്ലൂറലിന്റെ കൂടെ എസ് ആഡ് ചെയ്യരുത്. ഓക്കേ, പ്ലൂറലിന്റെ കൂടെ എസ് ആഡ് ചെയ്യില്ല. വെർബ്സിന്റെ കൂടെ മിസ്സേ, വെർബിന്റെ കൂടെ പ്ലൂറൽ വെർബ്. നിങ്ങൾക്കത് തെറ്റിപ്പോകും, ഞാൻ പറഞ്ഞുതരാം. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും അത് കറക്റ്റ് ആണ് എഴുതി വെക്കാം. മലയാളത്തിൽ എഴുതി വെക്കാം. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. ഇതുവരെ മനസ്സിലായോ? ടീച്ചറെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഷീ റൈറ്റ് എ ലെറ്റർ എന്നല്ലേ നമ്മൾ വരത്തുള്ളൂ ഇപ്പോഴ് സിംഗിൾ സബ്ജക്റ്റ് ആകുമ്പോ? അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങള്? അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് അവിടെ വെക്കൂ. ഞാൻ പറഞ്ഞു, ബാക്കി ഞാൻ പറഞ്ഞു. അതായത് സിംഗുലർ ഇവിടെ നമ്മള് മലയാളത്തിലാണെങ്കിൽ ഒരു കാര്യത്തെ പ്ലൂറൽ ആക്കണമെങ്കിൽ പ്രവൃത്തികൾ, കളികൾ എന്ന് പറയണം. അത് പ്ലൂറൽ ആക്കുന്നതാണ്. പക്ഷെ ഇവിടെ പ്ലൂറൽ വെർബാണ്. വെർബിന് അങ്ങനെ എസ് ആഡ് ചെയ്തതിന് പ്ലൂറൽ ആകും എന്നൊന്നില്ല. നമ്മുടെ നൗണിനാണ് അങ്ങനെ എസ് ആഡ് ചെയ്താൽ അത് പ്ലൂറൽ നൗൺ കിട്ടുക. ഓക്കെ, വെർബിന് നേരെ തിരിച്ചാണ്. ഓക്കെ ആണോ? ഇപ്പോ ബോയ് എന്ന് പറഞ്ഞൊരു നൗൺ ആണ്. അതിന് എസ് ആഡ് ചെയ്താൽ അതിന്റെ പ്ലൂറൽ കിട്ടും, ബോയ്സ്. ആൺകുട്ടി, ആൺകുട്ടികൾ. അവിടെ നൗണിനെയാണ് നമ്മൾ എസ് ആഡ് ചെയ്യുന്നത്, പ്ലൂറൽ ആകാം. പക്ഷേ വെർബിന്റെ കാര്യത്തിൽ വരുമ്പോ എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിംഗുലർ ആവാ ചെയ്യാം. ഞാനതാ പറഞ്ഞ സിംഗുലർ ആകുമ്പോഴ് ഷീ റൈറ്റ് എ ലെറ്റർ എന്നല്ലേ വരത്തുള്ളൂ. അപ്പൊ വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യുമ്പോ സിംഗുലർ ആകും എന്ന് എഴുതി വെക്കും. അവിടെ എവിടെയെങ്കിലും എഴുതി വെക്കും. വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാല് അത് സിംഗുലർ വെർബ് ആകും എന്ന് എഴുതും. എക്സാമ്പിൾ എഴുതും. അതിന്റെ കൂടെ വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാല് സിംഗുലർ വെർബ് ആകും. ഇപ്പൊ ഒരു റൈറ്റ്സ് എ ലെറ്റർ എന്നാണോ? യെസ്, റൈറ്റ്സ് എ ലെറ്റർ. ഷീ റൈറ്റ്സ് എ ലെറ്റർ അല്ലയോ?
ഓക്കെ, പ്ലൂറൽ ആണെങ്കിൽ വി റൈറ്റ് എ ലെറ്റർ എന്ന് മാത്രമേ വരത്തുള്ളൂ. അപ്പൊ എല്ലാവരും അങ്ങനെയല്ലേ? കേട്ടോ? അങ്ങനെയല്ലേ ടീച്ചർ? ഓക്കെ ടീച്ചർ, ഇപ്പം കറക്റ്റ്. അപ്പൊ എല്ലാവർക്കും കറക്റ്റ് ആയോ? യെസ് മിസ്. ടോമിന് മനസ്സിലായാലും എല്ലാവർക്കും മനസ്സിലായെന്ന് പറഞ്ഞു. കളിയാക്കാതെ, ഈ ടീച്ചർ കളിയാക്കി കൊല്ലുന്നുണ്ട്. ഓക്കെ, അപ്പോ സിമ്പിൾ പ്രസന്റ് ഓക്കെ ആണ്. ഇനി നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ എഴുതി. ഒരുപാട് വെറുപ്പ് നമ്മുടെ മുന്നിലുണ്ട്, ഒരുപാട് വെറുപ്പുണ്ട്. ഓക്കെ, വേറെ വെച്ചിട്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കും എല്ലാവരും. ഇപ്പോ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവൻ കളിക്കുന്നു, അവൻ ഗ്രൗണ്ടിൽ കളിക്കുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിലാക്കാം? ഹി പ്ലേസ് ഇൻ എ ഗ്രൗണ്ട്. ആ കറക്റ്റ് ആണ്. അതേപോലെ പറയണ്ടേ? കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ അല്ല, പ്ലേസ് വന്നു അപ്പോഴേ കറക്റ്റ് ആണ്. എഴുതി വെക്കൂ. ആ, ഞാൻ പറഞ്ഞ എഴുതി. മലയാളം ഇംഗ്ലീഷ് എഴുതി വെക്കൂ. Played by him. ആ, അവൻ ഗ്രൗണ്ടിൽ കളിക്കുന്നു, അതാണ് മലയാളം. അതിന് ഇംഗ്ലീഷ് എഴുതും. എന്താണ് ശരി. Cricket is played by him. എന്തോ? Cricket is played by him. അയ്യോ, Played. അതിപ്പോ വേണ്ട. ആക്റ്റീവും പാസീവും ഒന്നും ഇപ്പൊ വേണ്ട കേട്ടോ. ഇതിട്ടേക്കു, നമുക്ക് ടെൻസ് പഠിക്കാം. അതിന് ശേഷത്തിലേക്ക് പോയാൽ മതി. കഠിനമായ വാക്കുകൾ വരാതെ മൊത്തം കൺഫ്യൂഷനായി പോകും. അപ്പൊ എഴുതിയോ? സെന്റൻസ് ചെയ്തു. ഞാൻ പറഞ്ഞതിന്റെ മലയാളത്തിന്റെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ എഴുതിയോ? he plays in ground. ഇൻ എ ഗ്രൗണ്ട് അല്ലേ ടീച്ചർ? ഗ്രൗണ്ട് വരുമ്പോ ഇന്നാണ് വരാം. ഇൻ ഗ്രൗണ്ട്. ഇൻ ഗ്രൗണ്ട് ഓക്കെ. ഇന്നാണ് വരാം. എന്താണ് ഒരു സർഫേസ് വരുമ്പോ ഏത് പ്രൊപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യാം? ഓൺ. ഓൺ. ഓൺ ആണോ? അതെ, കറക്റ്റ് ആണ്. ഓൺ അല്ലേ? അവൻ ഗ്രൗണ്ടിൽ കളിക്കുന്നു. ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു സർഫേസ് ആണ്, ഒരു പ്രതലമാണ് അല്ലെ? അപ്പൊ പ്രതലം വരുമ്പോ അത് പ്രതലത്തിന് മുകളിലല്ല കളിക്കുന്നേ. ടീച്ചർ പ്രതലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ, പ്രതലം എന്ന് വെച്ചാൽ എന്താ? സർഫേസ് എന്ന് പറയാം ഇംഗ്ലീഷിൽ. മുകൾ വശം, മുകൾ ഭാഗം. ഇപ്പൊ മേശയുടെ മുകൾ ഭാഗം, മേശയുടെ പുറത്ത്. ടേബിൾ, ഓൺ എ ടേബിൾ, ഓൺ എ ചെയർ, ടേബിൾ. ഓൺ എ അപ്പൊ ഗ്രൗണ്ട്. ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ നമ്മള് കളിക്കില്ല. അപ്പൊ ഗ്രൗണ്ടിന് മേലെന്നല്ലേ നമ്മൾ കളിക്കുന്നേ അല്ലേ? ഇന്നാണ് വരാ, ഇന്നാണ് വരാ. ഹീസ് പ്ലേയിങ്. ഈ അപ്പൊ അവിടെ ഈസ് വേണ്ടേ? എന്റെ ടോമേ, ആ സ്ട്രക്ചർ നോക്കൂ. സിമ്പിൾ പ്രസന്റില് സ്ട്രക്ചർ നോക്കിയേ. ആ സ്ട്രക്ചറിന്റെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ സബ്ജക്റ്റും വെർബും ആഡ് ചെയ്യാൻ. ഓ ഓക്കെ, അപ്പോഴും നമ്മൾ അവിടെ ഈസ് ഒന്നും ആഡ് ചെയ്യേ വേണ്ടല്ലയോ? വേണ്ട, ഒന്നും ആഡ് ചെയ്യണ്ട. നമ്മുടെ സ്ട്രക്ചറിൽ പറഞ്ഞിട്ട് ഈസ് ആഡ് ചെയ്യാൻ ഇല്ലല്ലോ. ഓക്കെ. അപ്പൊ സ്ട്രക്ചറിന്റെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ സെന്റൻസ് മേക്ക് ചെയ്യാൻ. ഓ, ഹി പ്ലേസ് ഇൻ അവൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു. പറ. പ്ലേസ് അപ്പ്. ആ സാധനത്തിന്റെ മണ്ടയില് കളിക്കുന്നു. പ്ലേസ്. അവൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു. അവൻ അത് എന്ത് കഴിഞ്ഞു. കളിക്കുന്നു? അവൻ എന്ത് കളിക്കുന്നു? ഹി പ്ലേസ് ക്രിക്കറ്റ് ഇൻ ഗ്രൗണ്ട്. ഹി പ്ലേസ് ക്രിക്കറ്റ് എവിടെ കളിക്കുന്നു? ഇൻ ഗ്രൗണ്ട്. ഇൻ ഗ്രൗണ്ട്. ഇൻ ആണോ? ഓൺ ആണ്. ഓക്കെ, ഓൺ ഗ്രൗണ്ട്. ഓൺ ദി ഗ്രൗണ്ട്. ഹി പ്ലേസ് ക്രിക്കറ്റ് ഓൺ ദി ഗ്രൗണ്ട്. ഓക്കെ. പ്രൊപ്പോസിഷൻ അറിയാന്ന് പറഞ്ഞിട്ട് നമ്മള് ഗ്രൗണ്ട് എന്നൊക്കെ പറയുമ്പോ ഓൺ ആണ് യൂസ് ചെയ്യാൻ. ഇൻ എപ്പോഴാണ് യൂസ് ചെയ്യാൻ? അതിന്റെ ഉള്ളിൽ കളിക്കുന്നു എങ്ങനെയെങ്കിലും നമുക്ക് പറയോ? അറിയോ? ഗ്രൗണ്ടിന്റെ ഉള്ളിലാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. ടീച്ചറെ പ്രൊപ്പോസിഷന്റെ കാര്യം അതൊന്ന് പറഞ്ഞു തരുമോ? ഇതെല്ലാം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞുതരാം. മറന്നു. ഉള്ളിലും അകത്തും വരുമ്പോഴേ ഓൺ എന്ന് പറയുമ്പോ അകത്ത്, ഇൻ എന്ന് പറയുമ്പോ വെളിയില്ലല്ലയോ?
ആണ് നേരെ തിരിഞ്ഞു. ഇന്നേനകത്ത് ഓൺ പുറത്ത്. ഓൺ പുറത്ത്, ഇന്നകത്ത്, പേര് ബോക്സ്, ഇന്ത്യൻ വെസ്റ്റ്. ഇന്നെന്ന് പറയുമ്പോഴേ അകത്ത്, ഓൺ പുറത്തല്ലയോ? ആ ടോം ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നല്ലേ? അപ്പോ ടോം റൂമിനുള്ളിൽ ഇരുന്ന് പഠിക്കുന്നു എന്നങ്ങനെ പറയാം. സമയം നിങ്ങളുടെ എല്ലാവരുടെയും സമയങ്ങളായി ഞാൻ വെളിയില്ല. സമയം കളയുന്നൊന്നുമില്ല, അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ടോമിന്റെ സംശയം ചോദിക്കുമ്പോ എല്ലാവർക്കും ക്ലിയർ ആകും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇത് പറയും, ടോം റൂമിനുള്ളിൽ ഇരുന്ന് പഠിക്കുന്നു. എങ്ങനെയാ പറയാ? അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യും? ട്രാൻസ്ലേറ്റ് ചെയ്യൂ. നമ്മൾ ഞാൻ ഇന്ന് ചേർക്കണം അല്ലേ? ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ പറയുന്ന സെന്റൻസ് ഒന്ന് മലയാളം എഴുതട്ടെ. ടോം റൂമിനുള്ളിൽ ഇരുന്ന് പഠിക്കുന്നു എന്ന് മലയാളത്തിൽ എഴുതൂ. എന്ന് നോക്കിക്കണം, മലയാളത്തിൽ എഴുതൂ. ടോം എഴുതൂ, എഴുതൂ ടോം. ടോം ടോം റൂമിനുള്ളിൽ ഇരുന്ന് പഠിക്കുന്നു. റൂമിനുള്ളിലിരുന്ന് കളിക്കുന്നു അല്ലയോ? പഠിക്കുകയല്ലേ ചെയ്യുന്നത്? കളിക്കുകയാണോ? സ്റ്റഡി ഇൻ ദ അല്ലയോ? മലയാളം എഴുതൂ. ഓ, ഞാൻ മലയാളത്തിലല്ലയോ? ടോം റൂമിനുള്ളിൽ ഇരുന്ന് പഠിക്കുന്നു എന്ന് മലയാളത്തിൽ എഴുതൂ. മലയാളം എഴുതാൻ എനിക്ക് അറിഞ്ഞുകൂടാ. സോറി, ഞാൻ മലയാളം പഠിച്ചില്ല. വെരി സോറി. ഞാൻ പറഞ്ഞില്ല ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നെന്ന്. ടോം ഇംഗ്ലീഷിൽ എഴുതൂ. അത് മതി, ഇംഗ്ലീഷ് എഴുതൂ. ഇംഗ്ലീഷ് മീഡിയത്തിൽ ടോമിന് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. വെരി ഗുഡ്. അപ്പൊ എഴുതിയില്ലേ, ടോം റൂമിനുള്ളിൽ ഇരുന്ന് പഠിക്കുന്നു. അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇനി നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് മലയാളത്തില്. ഇപ്പൊ ഒരു സെന്റൻസ് ഞാൻ തന്നു, അതിൽ ഒരു സബ്ജക്ട് ഉണ്ട്. സബ്ജക്ട് ആരാണ്? ആ സെന്റൻസിൽ സബ്ജക്ട് ആരാണ്? ടോം ആണ്. അപ്പൊ ടോമിന് ആദ്യം എഴുതുക. അവിടെ സബ്ജക്ട് നമ്മൾ എപ്പോഴും ആദ്യം എഴുതണം. ആദ്യം എഴുതും ടോം. ടോമിന് മാത്രം എഴുതിയാൽ മതി ടോം. അപ്പൊ ടോം റൂമിനുള്ളിൽ ഇരുന്ന് പഠിക്കുന്നു. അപ്പൊ ടോം എന്ത് പ്രവർത്തനമാണ് ചെയ്യുന്നത്? പഠിക്കുന്നു. അപ്പൊ ടോം എന്ന് പറയുന്നത് ഏത് സബ്ജക്റ്റ് ആണ്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഞാനോ? അത് സിംഗുലർ അല്ല. സിംഗുലർ അല്ലയോ? ടോമിന് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ സിംഗുലർ ആണ്. അപ്പൊ സിംഗുലറിന്റെ കൂടെ ഏത് വെർബാ വരണ്ടേ? സിംഗുലർ വെർബ് തന്നെ. അപ്പൊ ഈ പറയുന്ന സെന്റൻസിൽ വെർബ് ഏതാണ്? പഠിക്കുന്നു എന്നാണ്. പഠിക്കുന്നതിന്റെ ഇംഗ്ലീഷ് എന്താണ്? സ്റ്റഡി. അപ്പൊ സ്റ്റഡിനെ നമ്മൾ എങ്ങനെ സിംഗുലർ വെർബാക്കും? എസ് ചേർത്ത് കൊടുക്കണം. എസ് ചേർത്ത് കൊടുക്കണം. അപ്പൊ ടോം സ്റ്റഡീസ്. എവിടെ ഇരുന്നാ പഠിക്കുന്നേ? ഇൻ ദ റൂം. എന്നല്ലേ? റൂം കിട്ടിയോ? ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ റൂമിനുള്ളിൽ എന്ന് പറയും, ഇൻ യൂസ് ചെയ്യണം. ഗ്രൗണ്ടിൽ കളിക്കുമ്പോ എന്ന് പറയുമ്പോൾ ഗ്രൗണ്ടിന് മുകളിലാണ് കളിക്കുന്നത്. അപ്പൊ ഓൺ പറയണം. മനസ്സിലായോ? ഓക്കെ മിസ്. ഓക്കെ, ടോമിന് മനസ്സിലായതാ? ടോമിന്റെ റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണണം കേട്ടോ. ഓക്കെ. ടീച്ചർ ഇപ്പം പറഞ്ഞു ഞാൻ ഓൺ ദ റൂം എന്നാണോ? അല്ലല്ല, ഇൻ ദ റൂം അല്ലയോ? റൂമിനുള്ളിൽ തന്നെ പഠിക്കുന്നേ. അതാ. അല്ല, ഞാനത് എഴുതിയായിരുന്നു ടീച്ചറെ, കറക്റ്റായിട്ട് എഴുതിയായിരുന്നു. പിന്നെ പെട്ടെന്ന് ആരോ ഓൺന്ന് പറയുന്ന കേട്ടതിന്റെ തൊട്ട് തോന്നി. അതാ. അമ്മ തെറ്റിക്കാതെ. അമ്മയാ പറഞ്ഞത് ഓൺന്ന്. ഞാൻ എന്ത് പറയാ. ഓക്കെ, അപ്പൊ ഇതുവരെ കറക്റ്റ് ആണല്ലോ. ഇപ്പൊ കറക്റ്റ്. ഇതുവരെ കറക്റ്റാ ടീച്ചറെ. വളരെ ശരി. ഓക്കെ, ഇപ്പോ ഇനി ഓൺ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഒരു ഗ്രൗണ്ട്, അതായത് ഒരു സർഫേസ്, ഒരു പ്രതലം, അതിന് മുകളിൽ നിന്ന് കളിക്കുകയാണെങ്കിൽ നമ്മൾ ഓൺ യൂസ് ചെയ്യും. ഓക്കെ, ഈ റെക്കോർഡ് ക്ലാസ് ടോം മസ്റ്റ് ആയിട്ടും കാണും. അപ്പൊ ക്ലിയർ ആണ്. ഓക്കെ, ഇതുവരെ ഏകദേശം ശരിയാണോ? മനസ്സിലായോ? സിമ്പിൾ പ്രസന്റ് മനസ്സിലായോ? നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ കണ്ടിന്യൂ ചെയ്യും. കുറെ എക്സാമ്പിൾസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയാണ്? ഓക്കെ ആണോ? കംഫർട്ടബിൾ ആണോ ക്ലാസ്?
ആ ഓക്കെ മിസ്. മതി. നീ കൺഫ്യൂഷൻ Okay ആണ് വേണ്ട. ഓക്കെ ആണ്. ആണ് ഓക്കെയാണ്. ഓക്കെ ആണ്. ടീച്ചറെ അവരോടൊന്ന് ചോദിച്ചു ഞാൻ കാരണം അവർക്ക് കുഴപ്പമാവുന്നുണ്ടോന്നൊന്ന് ചോദിച്ചാണ്. അങ്ങനൊന്നുമില്ല. ടോമിന് അറിയില്ല. ടോം തമ്മിൽ ചോദിക്കുന്നു. ആ ഡൗട്ട് അവർക്ക് കൂടി ക്ലിയർ ആക്കും. മനസ്സിലായോ? ഞാൻ കുറെ പ്രാവശ്യം പറയുന്നില്ലേ, കുറെ എക്സാമ്പിൾസ് പറയുമ്പോ കുറച്ചുകൂടി ക്ലിയർ ആകും. ഒരിക്കലും ഡിസ്റ്റർബൻസ് അല്ല. ഓക്കെ, പക്ഷെ എന്റെ വീട്ടിൽ ചോദിക്കാം. ഡിസ്റ്റർബൻസ് ആണോ ടോം ചോദിക്കുന്നത് നിങ്ങൾക്ക്? ഇല്ല, No. തമാശയായിട്ടാ തോന്നുന്നത്. തമാശയായിട്ടല്ല, കാര്യമായിട്ട് ഞാൻ ഇരുന്ന് പഠിക്കുമ്പോഴാണ് അവർക്ക് തമാശയായിട്ട് തോന്നുന്നു. കണ്ട ഒരു എന്റർടൈൻമെന്റ് ആണല്ലോ. ടോം ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ഭയങ്കര മൂഡ് ഓഫ് അല്ല എല്ലാവർക്കും. ആണോ? യെസ്, നല്ലതാണ്. സംശയം ഉണ്ടെങ്കിൽ ടോമില്ലെങ്കിൽ അപ്പൊ മാക്സിമം എല്ലാ ക്ലാസ്സിലും ജോയിൻ ചെയ്യണം കേട്ടോ. നല്ലതല്ല. അപ്പൊ എനിക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുക, അവർക്ക് പണി കിട്ടാതെ ഇരിക്കണ്ട. ടോം ഉള്ളതുകൊണ്ട് അതൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല കേട്ടോ. അതാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാരും ജോയിൻ ചെയ്യാം ക്ലാസ്സില്. ഓക്കെ മിസ്. ഓക്കെ മിസ്. Okay, miss. Thank you. ഓക്കെ, താങ്ക് യു all. എന്റെ അമ്മ.